ഞാൻ നിശ്ചയബുദ്ധിയുള്ള ആത്മാവാണ്. ബാബയിലും ബാബ നൽകുന്ന പഠിത്തത്തിലും സമ്പൂർണ്ണ നിശ്ചയം വച്ച് 21 ജന്മത്തേക്കുള്ള ആത്മീയ സമ്പാദ്യം ഞാൻ ശേഖരിക്കുകയാണ്. ഞാൻ തിരിച്ചറിയുന്നു, ഭാവിയിലേക്കുള്ള സമ്പാദ്യം ശേഖരിക്കാനുള്ള സമയം ഈ സംഗമയുഗം തന്നെയാണ്. ഓരോ ചുവടും സദാ ശ്രീമത്തനുസരിച്ച് നടന്ന് പഠിത്തത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകി സ്വയം ഞാൻ എൻ്റെ മേൽ ആശീർവാദം അഥവാ കൃപ കാണിക്കുകയാണ്. അതിലൂടെ ബാബയുടെ ആശീർവാദവും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നതുവരെ ഓരോ ശ്വാസത്തിലും ഓരോ സങ്കല്പത്തിലും ഞാൻ ഈ ആത്മീയ സമ്പാദ്യം ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ശക്തിയിലൂടെ ഞാൻ സ്വയം എന്നെ കർമ്മബന്ധനമുക്തമാക്കുന്നു. ഞാൻ ഈശ്വരീയ സന്താനമാണ്. ഈശ്വരീയ വിദ്യാർത്ഥിയാണ്. ഈ സ്മൃതി ഞാൻ സദാ എന്നിൽ ഉണർത്തിവെക്കുന്നു. ഈ പഴയ ലോകവുമായുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ബുദ്ധി കൊണ്ട് ഞാൻ മുക്തമാവുകയാണ്. ഈ ദേഹത്തിനോടും ദൈഹിക സംബന്ധങ്ങളോടുമുള്ള എൻ്റെ മോഹത്തെ ഞാൻ ത്യാഗം ചെയ്യുന്നു.
ബാബയിൽ നിന്നും എൻ്റെ ബുദ്ധിയെ മാറ്റുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ ത്യാഗം ചെയ്യുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോഴും സദാ ബുദ്ധിയോഗം ഞാൻ ബാബയിലേക്ക് ഏകാഗ്രമാക്കുകയാണ്. ഓരോ ചുവടും ഞാൻ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് തന്നെ നടക്കുന്നു. എന്റെ സർവകർമ്മേന്ദ്രിയങ്ങളെയും ഒപ്പം സൂക്ഷ്മ ഇന്ദ്രിയങ്ങളായ മനസ്സിനെയും ബുദ്ധിയെയും സംസ്കാരത്തെയും ശ്രീമത്തനുസരിച്ച് നിയമപ്രമാണം നടത്തിക്കുന്ന സ്വരാജ്യ അധികാരിയാണ് ഞാൻ. യോഗബലത്തിലൂടെ ഓരോ കർമ്മേന്ദ്രിയത്തെയും ഞാൻ എന്റെ നിയന്ത്രണത്തിൽ തന്നെ വയ്ക്കുന്നു. മനസ്സിലെ ചിന്തകളാണെങ്കിലും ശരി, ബുദ്ധിയുടെ കൂട്ടുകെട്ടാണെങ്കിലും ശരി, എന്റെ സ്വഭാവ സംസ്കാരങ്ങളാണെങ്കിലും ശരി, എല്ലാം പൂർണ്ണമായും ശ്രീമത്തനുസരിച്ച് തന്നെ ഞാൻ നടത്തിക്കുന്നു. അനാവശ്യ ചിന്തകളിൽ നിന്നും ബുദ്ധിയുടെ അലച്ചിലിൽ നിന്നും പഴയ സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്നുമെല്ലാം ഞാൻ എന്നെ മോചിപ്പിക്കുകയാണ്. മൂന്നും ഞാൻ എന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു. ശ്രീമത്തനുസരിച്ച് കാര്യത്തിൽ ഉപയോഗിക്കുന്നു. സംബന്ധ സമ്പർക്കത്തിലും ഞാൻ സദാ എന്റെ ശ്രേഷ്ഠമായ ദൈവീക സംസ്കാരം തന്നെ ഇമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ഇന്ദ്രിയത്തെയും ഞാൻ വളരെ ശ്രദ്ധാപൂർവം എന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന
ശ്രീമത്ത് അനുസരിച്ച് നടത്തിക്കുന്ന സ്വരാജ്യ അധികാരി ആത്മാവാണ് ഞാൻ. അതിനാൽ സ്വപ്നത്തിൽ പോലും ഞാൻ മായയിൽ നിന്നും സുരക്ഷിതമാണ്. സ്വരാജ്യ അധികാരിയായ ഞാൻ ബാബയുടെ ഹൃദയ സിംഹാസനത്തിന്റെയും അധികാരിയായി മാറുകയാണ്. ബാബയുടെ മുഴുവൻ സമ്പത്തിന്റെയും അധികാരിയാവുകയാണ്. എത്രമാത്രം അധികാരി എന്ന ആത്മീയ ലഹരിയുണ്ടോ അത്രയും തന്നെ ഞാൻ വിനയത്തിന്റെയും വിശേഷ ഗുണം ധാരണ ചെയ്യുന്നു. വിനയത്തിന്റെ ഗുണം ധാരണ ചെയ്യുന്നതിലൂടെ, അതിൻ്റെ സ്വരൂപമാകുന്നതിലൂടെ എനിക്ക് ഓരോ ചുവടും സഫലത തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവരിൽ നിന്നും, അതോടൊപ്പം വരദാതാവായ ബാബയിൽ നിന്നും സദാ എനിക്ക് ആശീർവാദങ്ങൾ ലഭിക്കുകയാണ്. ഞാൻ ഓരോ ചുവടിലും സഫലത നേടുന്ന സഫലതാമൂർത്തിയാണ്.